ഒരു ദിവസം കൂടി എനിക്ക് ജീവിക്കണം. നല്ല പാട്. എന്തൊരു മൂടോട്ടുള്ള ഫുള്ള് എന്തൊട്ടി മൂടോട്ടൊന്നും പറയണ്ട. നിങ്ങളിതൊന്ന് കണ്ടോക്കി. ഒരൊറ്റ ദിവസം കൂടി എനിക്ക് വേണ്ടി, ഒരിക്കൽ കൂടി എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കാണണം. ഒരു ദിവസം കൂടി എനിക്ക് ജീവിക്കണം. മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഇതുപോലുള്ള സിനിമകൾ ഇനി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു സിനിമ ആരെയും നമുക്ക് ഡയറക്റ്റ് ചെയ്ത് തരിക? ഈ റീല് കണ്ടിട്ട് നമ്മുടെ കണ്ണ് നനഞ്ഞൂലേ. 1993 ഇറങ്ങിയ ആകാശദൂത്. 33 വർഷങ്ങൾക്കിപ്പുറവും ഈ തലമുറയിൽപ്പെട്ട കുട്ടികളാണ് ഇത് കണ്ടിട്ട് കരയുന്നത്. കരയരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടികൾക്ക് ആ സിനിമ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും ആ കുട്ടികൾ അട്ടഹസിച്ച് കരയുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ മലയാള സിനിമയിൽ ഫാമിലി സെൻറ്റിമെൻ്റലായിട്ടുള്ള സിനിമകൾ, ഇങ്ങനത്തെ സിനിമകൾ ഈ അടുത്ത കാലത്തൊന്നും പിന്നെ കണ്ടിട്ടില്ല. അതിന് ശേഷം വന്ന കാണാക്കിനാവ് ഇതേപോലെ കരഞ്ഞിട്ടുണ്ട്. മുരളി, ജഗതി, തിലകൻ, കലാഭവൻ മണി, ഇങ്ങനെയുള്ള ഒരുപാട് നടന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ ഈ സെൻറ്റിമെൻ്റൽ ഫാമിലി സ്റ്റോറി ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങനത്തെ സിനിമകളേ ഇറങ്ങുന്നില്ല. ഇപ്പോൾ ഇറങ്ങുന്നതൊക്കെ ഈ എന്താ പറയുക, യങ്സ്റ്റേഴ്സിന് മാത്രമായിട്ടുള്ള സിനിമകളാക്കിയിട്ട് അങ്ങോട്ട് ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് നിങ്ങൾ ഈ സിനിമ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ വീട്ടിൽ. സ്മാർട്ട് TV കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആകാശദൂത് അടിച്ചാൽ ഇതിൻ്റെ ഫുൾ മൂവി കിട്ടും. കണ്ണ് നനയാതെ കുട്ടികൾക്ക് ഇത് കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൊണ്ട് ബെറ്റടിപ്പിച്ചിട്ട് കുട്ടികളെ കൊണ്ട് കാണിപ്പിക്കുക. കൂട്ടത്തിൽ നിങ്ങളെ കണ്ണും നനയാതെ സൂക്ഷിക്കേണ്ട കാര്യം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഉടനാ ബബായ്.